അണ്ടിമൊക്ക് ഷാഗിയിലെ കുണ്ടൻ സംഖ്യകളുടെ ദേശീയ ചാനലായ കർമ്മയിൽ നിന്നും ഒരു വാർത്ത. ഇന്ത്യൻ നാവികസേനയുമായി ബന്ധപ്പെട്ട് രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായി കണ്ടെത്തിയ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാൽപ്പ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ചേച്ചി 2 യുവാക്കൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ യുവാക്കളുടെ പേര് പറയാൻ ചേച്ചിക്കൊരു മടി. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ 2 യുവാക്കളും അണ്ടിമൊക്ക് ഷാഗിയിലെ കുണ്ടൻ സംഖ്യകളാണെന്ന് മനസ്സിലാക്കാം. ഇവരുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇവർ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായി തന്നെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശികളായ രോഹിത് ശാസ്ത്രി എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചേച്ചിന്റെ നാവ് പൊന്തുന്നില്ല, പേര് പറയാൻ കഴിയുന്നില്ല, പേര് പറയാൻ സാധിക്കില്ല. ചേച്ചിക്ക് പേര് പറയാൻ ശ്രമിക്കുമ്പോഴേക്ക് നാക്കങ്ങ് ഉളുക്കി പോവുകയാണ്. ഇതേ മറിച്ചൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ ചേച്ചിന്റെ നാവിന്റെ നീളം എത്രയും ഇപ്പൊ ചേച്ചിക്ക് അത് കഴിയുന്നില്ല. ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റുന്നു? നാടിനെ ഒറ്റിക്കൊടുക്കുന്നതിൽ നമ്പർ 1 ആണ് സംഖ്യകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേന്ദ്ര തുറമുഖ ഫിഷിംഗ് ജലഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമായ ഉഡുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സിഇഒ സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാന പ്രതിയായ രോഹിത് ആകട്ടെ അവിടെ നിന്നുകൊണ്ട് തന്നെ സൂക്ഷ്മ മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് വഴി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല മുൻപ് മതി ചേച്ചി മതി, റെസ്റ്റ് എടുക്ക്, ക്ഷീണിച്ചു, ഒരുപാട് പറഞ്ഞല്ലേ, ക്ഷീണിച്ചു, റെസ്റ്റ് എടുക്ക്. പാകിസ്ഥാന് വേണ്ടി ഇന്ത്യ ഒറ്റുകൊടുക്കുന്ന ആ പണിയുണ്ടല്ലോ, അതൊരു മുസ്ലിമും ചെയ്യില്ല, അവർക്കതിന് കഴിയില്ല. പക്ഷെ ഈ സംഘിക്കൂട്ടങ്ങളുണ്ടല്ലോ, അവർക്ക് അതും കഴിയും. മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞുകൊണ്ടേ ജനിച്ച നാടിനെ ഒറ്റുകൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത വർഗമാണ് ഈ സംഘി വർഗം.